വീട് നിർമ്മിച്ചു നൽകി അവിടെ പാർക്കുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും ചേർത്ത് നിർത്തി മാതൃകാ പ്രവർത്തനം നടത്തുകയാണ് റിട്ടയർഡ് അധ്യാപികയായ ഡോക്ടർ എം.എസ്. സുനിൽ. ലോക മാതൃകാ ദിനത്തിലും അവരുടെ ക്ഷേമം അന്വേഷിച്ച് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന തിരക്കിലാണ് രാജ്യത്തിന്റെ നാരീശക്തി പുരസ്കാര ജേതാവ് കൂടിയായ അധ്യാപിക. നിരാലംബർക്കും അശരണർക്കും വീട് നിർമ്മിച്ച് നൽകുന്നതിനോടൊപ്പം തന്നെ ആ നൽകിയ വീട്ടിലെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഈ മാതൃദിനത്തിലെ പ്രത്യേകത. ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊക്കെ വരാം. ഞാനിപ്പോ 377ാമത്തെ വീട് ഇന്ന് ഒരു വിധവയായ സ്ത്രീ ബിന്ദു മധു എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും അവരുടെ 2 കുട്ടികൾക്കുമായിട്ട് പുല്ലാട് തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കുകയാണ്. സാധാരണ നമുക്ക് ഒത്തിരി പേര് ഇങ്ങനെ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. പക്ഷെ ടീച്ചറിന്റെ ആ വീട്ടിലെ കുട്ടികളെയും അതല്ലെങ്കിൽ വിധവയായിട്ടുള്ള അമ്മയും അവരെയൊക്കെ ഓരോ മാസത്തിലും ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഈ ദിനത്തിലെ ഏറ്റവും കൂടി പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് അവർക്ക് വീട് മാത്രം കിട്ടിയാൽ പോരാ, പിന്നെ അവർക്കൊരു കരുതൽ നമ്മൾക്ക് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ടീച്ചറിന്റെ ഒരു വീടിന്റെ സമർപ്പണത്തിലെ അവർക്ക് സ്വയം തൊഴിലായിട്ട് പശുക്കുട്ടിയെ കൊടുത്തു, ഒരിടത്തൊരു ആട്ടിൻകുട്ടിയെ കൊടുത്തു. ഒക്കെ ഓർമ്മയുണ്ടോ ടീച്ചർ? എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഒത്തിരി പേർക്ക് ഇങ്ങനെ, അതായത് പെൺ ആടിനെ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് അടുത്ത ഒരു പെൺ ആടാവുന്ന സമയത്ത് വേറൊരു വീട്ടുകാർക്ക് കൊടുക്കുക, അങ്ങനെയുള്ളൊരു നമ്മളതിനൊരു പേരൊക്കെ ഇട്ടായിരുന്നു, ആട് ജീവനം എന്നുള്ളൊരു പ്രോജക്റ്റ് പേരൊക്കെ ഇട്ടായിരുന്നു. ടീച്ചറിന്റെ പേര് ഡോക്ടർ എം.എസ്. സുനിൽ. അപ്പൊ കേൾക്കുമ്പോഴേ അതെങ്ങനെയാന്നുള്ളതാണ്. പേര് ഒരു പുരുഷന്റെ പേരാണ്. അപ്പൊ അതെന്റെ ഫാദർ എനിക്ക് ഇട്ടതാണ്. ഫാദറിന് ഇഷ്ടമുള്ളൊരു പേരായിരുന്നു ഈ സുനിൽ എന്ന് പറയുന്നത്. അതൊരു ആൺകുട്ടിയുടെ പേരാണെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല എന്നുള്ളതല്ല. പക്ഷെ എന്തോ ഈ പേര് ആദ്യം ജനിക്കുന്ന ആൾക്കിടും എന്നുള്ളതെന്ന് ആണാന്ന് വിചാരിച്ചു കാണും. ആദ്യത്തെ കുട്ടി ആണാന്ന് പ്രതീക്ഷിച്ചൊക്കെയാണ്. അതൊരു പോസിറ്റീവ് എനർജിയും കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാക്കിയൊരു പേരാ. 2017 രാഷ്ട്രപതി അന്നത്തെ രാംനാഥ് കോവിന്ദിൽ നിന്നും നാരീശക്തി പുരസ്കാര ജേതാവ് കൂടി അവാർഡ് കരസ്ഥമാക്കിയ ടീച്ചറാണ്. എങ്ങനെ ടീച്ചറെ ആ ദിവസം കൂടി ഓർമ്മ വരുന്നത്? അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഇതൊരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറയാം. ഇപ്പോഴും എനിക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഒന്നും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് പോയി വാങ്ങിക്കുന്ന ഒരാളായിരുന്നു ഞാനെന്നത്. ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു അങ്ങനെ ഒരു നോമിനേഷൻ പോയിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള അറിയാം. പക്ഷെ ഇത് എവിടുന്ന് വന്നു എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവർ ഡയറക്റ്റ് സെലക്ട് ചെയ്തു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ടീച്ചറിന്റെ ഈ കുട്ടികളെയും അതുപോലെ തന്നെ അമ്മമാരെയും ചേർത്ത് പിടിക്കുന്നതിന് ടീച്ചറിന്റെ അധ്യാപക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഇൻസിഡൻസ് ആണ് അതിലേക്ക് വന്നെന്ന് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊന്ന് ഓർത്തെടുക്കാം. NSSന്റെ ഒരു പ്രോഗ്രാം ഓഫീസർ ആയിരുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന MSc സുവോളജിക്ക് പഠിപ്പിക്കുന്ന ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ കൊടുമൺ പോലീസ് സ്റ്റേഷന്റെ വശങ്ങളിൽ പുറമ്പോക്കിൽ ഷെഡ് കെട്ടിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ സ്റ്റോറി കണ്ടാണ് ഞാൻ ഈ ഒരു വീടെന്നുള്ളൊരു പ്രോജക്റ്റിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇന്ന് തലേ ദിവസം അവൾ ഇട്ടുകൊണ്ട് വന്ന ചുരിദാറിന്റെ ഷോൾ മറയായിട്ട് ഉപയോഗിച്ചിരുന്നത് കാഴ്ച കണ്ടിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ള ഒരു, അപ്പം അതിനകത്തൊരു ഇന്നും അത് എന്നും കഴിഞ്ഞ ദിവസവും ഞാൻ ആശയം കണ്ടായിരുന്നു. എന്നും സന്തോഷം മനസ്സിൽ സൂക്ഷിക്കുന്നവര്. അപ്പൊ അതുപോലുള്ള ആൾക്കാരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. സംസ്ഥാനത്തൊട്ടാകെ ആദിവാസി മേഖലയും ആദിവാസി കോളനിയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഈ ആദിവാസി മേഖലയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കാലാകാലങ്ങൾ എല്ലാ മാസമുള്ള ഒരു പദ്ധതിയൊക്കെ ടീച്ചറുണ്ടല്ലോ. അതും ഈ മാതൃദിനത്തിൽ മാതൃകയാണ്. അതെ, ഞാൻ അവിടെ ശരിക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാന്ന് നമ്മൾ വിചാരിക്കും. കാര്യം നമുക്ക് ദിവസം കഴിക്കാൻ ആഹാരമുണ്ട്, കിടക്കാൻ വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ പറയും നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ 2005 മലമ്പണ്ടാരം എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളെ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന വനാന്തരങ്ങളിൽ യാദൃച്ഛികമായിട്ട് മീറ്റ് ചെയ്തതാണ്. അപ്പോൾ അവര് നമ്മളെ കാണുമ്പോൾ വനത്തിനുള്ളിലോട്ട് ഓടി ഒളിക്കുമായിരുന്നു. എന്നുവെച്ചാൽ പബ്ലിക്കുമായിട്ട് അവർക്ക് പേടിയായിരുന്നു. അത്തരം ഒരു വിഭാഗം, സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല, സ്വന്തമായിട്ട് നല്ല പ്രോപ്പർലി ഡ്രസ്ഡ് അല്ലാത്തൊരു ആൾക്കാര്, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഇപ്പം സോപ്പ് എന്താണെന്ന് അവർക്കറിയത്തില്ല. അവരതെല്ലാം ഓരോ മാസവും 1-2 പ്രാവശ്യം ഈ 70 കിലോമീറ്റർ സഞ്ചരിച്ച് അവരുടെ അരികിലോട്ട് ചെന്ന് അവർക്ക് വേണ്ട ഫുഡും ഒക്കെ കൊടുത്ത് അവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവരുമ്പോഴും നമ്മൾ കാണുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടില്ല.
കുടിൽ പോലും ഇല്ലായിരുന്നു. കാര്യം 4 കമ്പ് വെച്ചിട്ട് ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ആദ്യ കാലങ്ങളിൽ അവർ മരത്തിനടിയിലുള്ള ചെറിയ മരച്ചില്ലകളുടെ അടിയിലുള്ള തണൽ ആ ഒരു പ്രൊട്ടക്ഷനിലാണ് അവർ ജീവിച്ചത്. അപ്പൊ അതൊക്കെ ഞാൻ കണ്ട് ഒരു രീതിയിൽ അവരുടെ ഇടയിൽ ഒത്തിരിയും പ്രവർത്തിച്ച് അവരെ കുളിക്കാനും നനയ്ക്കാനും അവരെ അക്ഷരം പഠിപ്പിക്കാനും ഒക്കെ ഒത്തിരി പരിശ്രമിച്ചതാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നീട് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളാണേലും ഒക്കെ ഇടപെട്ടാണേലും അവർക്ക് ഇപ്പം മഞ്ഞത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിന് 1 ഏക്കർ സ്ഥലം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെ ഇപ്പം ടീച്ചർ പൈസ സമ്പാദിക്കുമല്ലോ അല്ലെ എങ്ങനെയാന്നുള്ളത് ഒന്നും അറിയത്തില്ലല്ലോ. അതായത് ആരെങ്കിലും ഒരാളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വന്നെങ്കിലും ഞാൻ ചെയ്യത്തുള്ളൂ. അത്തരം ആൾക്കാരെ ഉൾപ്പെടുത്തി തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, അവർക്ക് ഞാൻ വലിയ ആവേശത്തിലാണ് വീട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ സഹകരിച്ചാണ് അവരുടെ എല്ലാം ഹെൽപ്പ് ഉണ്ട്. അതായത് ഫോറസ്റ്റിനകത്താണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളമില്ല, കുടിവെള്ളമില്ല എന്ന് നമ്മൾ എങ്ങനെ ജീവിക്കും? പിന്നെ പ്രസാദ് ചോദിച്ച പോലെ ആരിൽ നിന്നും ഫണ്ടോ CSR ഫണ്ടോ മറ്റേ FCRA ഫണ്ടോ ഒന്നും തന്നെ ഇല്ല. ഒരു ഫണ്ടും ഇല്ലാതാണ് ഇത്രയും ചെയ്യാൻ എനിക്ക് സാധിച്ചത്. കൂടുതൽ പേരും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും. പ്രസാദ് പറയുന്നു, ടീച്ചർ ഞാനൊരു വീടിനെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു നേർച്ചയാണ് എന്നൊക്കെ പറയുവാണെങ്കിൽ ആ പൈസ ചിലപ്പോൾ ഒന്നിച്ച് കാണത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്നാലും വേണ്ടിയല്ല, ഒരാൾക്കൊരു ജീവിതമായിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് സ്വീകരിക്കും. അപ്പം ചിലപ്പം വീട് പണി കഴിയുമ്പോഴായിരിക്കും ഇവര് പൈസ തരുന്നത്. അപ്പൊ ആ പൈസ തരുമ്പോൾ ഞാൻ അപ്പം തികഞ്ഞില്ല അല്ലെങ്കിൽ കൈ പൈസ ഇല്ലെങ്കിൽ പോയി SBI പേഴ്സണൽ ലോൺ എടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് പക്ഷേ ഒരു പൊതുവിൽ വെളിയിൽ നിൽക്കുന്നവർ ആർക്കും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് അത് റിവീൽ ചെയ്തത്. ഈ മാതൃദിനത്തിൽ ഇതിനപ്പുറം എന്താണ് വാക്കുകൾക്കൊപ്പം ഒന്നും പറയാനില്ല. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.